ഓം ഗം ഗണപതേ നമ അവിഘ്നമസ്തു. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഓം ശ്രീ ഗുരുവേ നമ. ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഹനുമാൻ ചാലിസയുടെ മഹത്വത്തിനെ കുറിച്ച് പറയാനാണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഹനുമാൻ ചാലിസയുടെ മഹത്വം ഒരു വീഡിയോയിലൂടെയോ കുറച്ച് വാക്കുകളിലൂടെയോ പറയാൻ പറ്റുന്നതല്ല. കാരണം നമ്മളുടെ വാക്കുകൾക്കും അതീതമാണ് അനുഭവം, അല്ലേ? നമ്മൾ അനുഭവിച്ചറിയുന്ന ആ ഒരു വികാരം, നമ്മളുടെ വികാരത്തിനെ നമുക്ക് വാക്കുകളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ലിമിറ്റേഷൻ ഉണ്ട്, അല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഹനുമാൻ ചാലിസയാണ്. നമ്മൾ കേരളീയർക്ക് പലർക്കും അത് പലർക്കും അറിയില്ലായിരിക്കും. കേരളത്തിൽ പൊതുവേ ഹനുമാൻ ഭക്തർ കുറവാണ് നോർത്ത് ഇന്ത്യനെ അപേക്ഷിച്ച്. നമ്മളിവിടെ മുക്കിന് ഹനുമാൻ ക്ഷേത്രങ്ങൾ കാണാറുണ്ട്. അത് വെറുതെ അല്ല. ശരിക്കും തുളസീദാസ് എന്ന മഹാകവി, തുളസീദാസ് ജനിച്ചപ്പോൾ തൊട്ട് രാമ രാമ എന്ന് പറഞ്ഞ് ജനിച്ചെന്ന പറയപ്പെടുന്നത്. ഇപ്പോൾ ജനിച്ച ഉടനെ തുളസീദാസിന്റെ ജാതകം മഹാമോശമായതുകൊണ്ട് മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയെന്നും പിന്നെ ഒരാളെ എടുത്തു വളർത്തിയെന്നും വളരെ വളരെ കഷ്ടപ്പെട്ടൊരു ജീവിതമാണ് തുളസീദാസിന്റെ. നമ്മൾ ശരിക്കും ഹനുമാൻ ചാലിസയുടെ മഹത്വം അറിയണമെങ്കിൽ തുളസീദാസിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. തുളസീദാസ് അത് എഴുതാനുണ്ടായ സാഹചര്യം, തുളസീദാസിന്റെ എന്നാണ്. തുളസീദാസ് ശരിക്കും ഹനുമാൻ ഭക്തനായിരുന്നോ? അതെ, അവിടെയാണ് നമ്മൾ ശരിക്കും. എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ഒരിക്കൽ ചോദിച്ചു, അതെ, ശ്രീരാമനാണോ ഹനുമാനാണോ മഹത്വം കൂടുതൽ? അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ? അല്ല, എല്ലാവരും ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും ഹനുമാനോട് പ്രാർത്ഥിച്ചിട്ടാണ് കാര്യസിദ്ധി ഹനുമാന്റെ കാര്യസിദ്ധി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമി ശ്രീരാമനും തമ്മിലൊരു അഭേദ്യ ബന്ധമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ശ്രീരാമനോട് ഡയറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നില്ല? എന്തുകൊണ്ട് ഹനുമാനിലൂടെ? രാമചരിതമാനസ് എഴുതിയതും തുളസീദാസാണെന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും, അല്ലേ? അറിഞ്ഞിടാത്തവർ കേട്ടോ. അതെ, രാമചരിതമാനസ് എഴുതിയ തുളസീദാസ് തന്നെയാണ് ഹനുമാൻ ചാലിസ രചിച്ചിരിക്കുന്നത്. അതിൻ്റെ സാഹചര്യം എന്താണെന്നും, ശരിക്കും അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ തടവറയിൽ അടയ്ക്കപ്പെട്ടതാണ് തുളസീദാസ്. ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞാൽ 40 വരികളുള്ള ആ ഹനുമാനെ സ്തുതിച്ചുകൊണ്ടുള്ള, ശരിക്കും ഹനുമാന്റെ സ്തുതിയാണെങ്കിലും ഹനുമാനിലൂടെ ആരാണ് പുകഴ്ത്തപ്പെടുന്നത്? ശ്രീരാമന്റെ പ്രവൃത്തികളാണ്. എത്ര തവണയാണ് രാമദൂത് രാമന്റെ കാര്യങ്ങൾ, ആ ഒരു ജീവിതത്തിൽ അല്ലെ, ഹനുമാൻ സ്വാമിന്റെ ജീവിതം തന്നെ ശ്രീരാമന് വേണ്ടി അങ്ങ് ഒഴിഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ ശരിക്കും ശ്രീരാമനെ കാണണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശ്രീരാമനെ കാണണം എന്ന് പറഞ്ഞു നടന്ന ആളാണ് തുളസീദാസ്. കഥ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷെ എത്തിപ്പെടുന്നത് ഒരു വൃദ്ധനായ ഒരു സന്യാസി വര്യന്റെ അടുത്താണ്. പക്ഷേ ആ വൃദ്ധനായ സന്യാസി വര്യൻ എവിടെയാണോ രാമനാമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഹനുമാൻ സ്വാമി കാണുമെന്നാണ്. ശരിക്കും ഹനുമാൻ സ്വാമി ആയിരുന്നു. രാമന്റെ കീർത്തനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ തുളസീദാസിന്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ ഹനുമാൻ ചാലിസേന്റെ മഹത്വം പറയാൻ തുടങ്ങിയതിന് ഇത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് തുളസീദാസിന്റെ. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ഭയങ്കര എക്സൈറ്റേഷൻ വരും. എൻ്റെ അമ്മേ, ഇങ്ങനെയൊക്കെയാണോ? ലൈക്ക് അതെ, ഒരു മനുഷ്യജന്മം ജനിച്ചിടം തൊട്ട് അങ്ങ് ഉന്നതിയിൽ എത്തുന്നവരെ എങ്ങനെയാണ് ഭഗവാൻ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നത്, ആ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ എന്തിനാണെങ്കിലും അങ്ങനെ ഹനുമാൻ സ്വാമി ഒരു വയസ്സായ സന്യാസിവര്യൻ്റെ വേഷപ്രച്ഛന്നനായി ശ്രീരാമ ഭഗവാന്റെ ആ സ്തുതി കേൾക്കാനായിട്ട് ഇരിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയെയാണ് ആദ്യം കാണുന്നത്. ഹനുമാൻ സ്വാമിയിലൂടെ മാത്രമേ ശ്രീരാമൻ്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള വാസ്തവം മനസ്സിലാക്കിയിട്ടാണ് തുളസീദാസ് അങ്ങനെ ഹനുമാൻ സ്വാമിനെ കണ്ടിട്ട് ഹനുമാൻ സ്വാമി വഴിയാണ് ശ്രീരാമൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഭയങ്കര ശ്രീരാമ ഭക്തനായിരുന്നു രാമചരിതമാനസ് എഴുതിയ തുളസീദാസ്. തടവറയിൽ അടയ്ക്കപ്പെട്ട നമ്മൾ വിചാരിക്കും, എന്താ രാമാന്ന് വിളിച്ച് കരയാത്തെ? എന്തുകൊണ്ട് ഹനുമാനെ വിളിച്ച് കരഞ്ഞ് ഹനുമാൻ ചാലിസ എഴുതി? കാരണം ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചൊരു പുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ദ പാത്ത് ടു എൻറ്റർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മാസ്റ്റേഴ്സ് ഹാർട്ട് ഈസ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എൻറ്ററിങ് ദ സെർവൻസ് ഹാർട്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മാസ്റ്റർ ആരാ? ശ്രീരാമൻ, അല്ലേ? ശ്രീരാമന്റെ ഹൃദയത്തിൽ കടന്ന് ആ ശ്രീരാമന്റെ ഹൃദയം മനസ്സിലാക്കണമെങ്കിൽ അത് സേവകൻ, ശ്രീരാമനെ ശ്രീരാമന്റെ ഏറ്റവും വലിയ സേവകൻ ആരാ? ശ്രീരാമനൂതൻ. ശ്രീരാമനെ സേവിക്കുന്നത് ഹനുമാൻ സ്വാമീന്റെ ഹൃദയത്തിലൂടെ ഹനുമാൻ സ്വാമീനെ മനസ്സിലാക്കി അതിലൂടെ മാത്രമേ ശ്രീരാമന്റെ ഹൃദയത്തിലോട്ട് കടക്കാൻ പറ്റൂ.
എന്നാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കമ്പാരിസന് വേണ്ടി ഇടുകയാണ്. ക്രിസ്ത്യാനിറ്റി എന്നുള്ള റിലീജനിൽ ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞായിട്ട് പറയുന്നുണ്ട്, എന്നിലൂടെ മാത്രമേ പിതാവിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. ബൈബിള് കുറേ പേര് ഇങ്ങനെ യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറയുന്ന പല കാര്യങ്ങളും പിന്നീട് അത് സഭയൊക്കെ കൂടി അത് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എന്നത്തെ കാലത്താണെങ്കിലും റിലീജിയനെ പൊളിറ്റിക്കൽ പവറിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു അല്ലേ. കാരണം റിലീജിയനാണ് ഏറ്റവും വലിയ, മതമാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഇമോഷൻ എന്ന് മനസ്സിലാക്കി അന്നും ഇന്നും ഏത് കാലഘട്ടത്തിലും മതത്തിനെ പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെടുത്തി അധികാരത്തിനും പവറിനും വേണ്ടി മതത്തിനെ ഉപയോഗിച്ചു. ഇന്നത്തെ കാലത്തും യുദ്ധങ്ങളും ഒക്കെ മതത്തിൻ്റെ പേരിലല്ലേ. അപ്പോൾ അതിലൂടെ ശരിക്കും നമ്മളിപ്പം ഈ ലോകത്ത് ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് യേശുക്രിസ്തു അല്ലേ. കൃഷ്ണ ഭഗവാനും മനുഷ്യനായിട്ട് ജന്മമെടുത്തു. ശ്രീരാമനും മനുഷ്യനായിട്ട് ജന്മമെടുത്ത മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചു ഈശ്വരനെ സ്വാംശീകരിച്ച് ആ ഡിവൈൻ എസൻസ് ഇംബൈബ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും പറയുന്നെന്താ, എന്തുകൊണ്ടാണ് എന്നിലൂടെ എൻ്റെ പിതാവിലോട്ട് എത്തിപ്പെടും, അല്ലെങ്കിൽ എന്നിലൂടെ ഹനുമാൻ സ്വാമി ഒരിടത്തും പറഞ്ഞതായിട്ട് പറയുന്നില്ല എന്നെ ധ്യാനിച്ച് ആ ശ്രീരാമനിലോട്ട് എത്തിപ്പെടാമെന്ന്. പക്ഷേ ഇതേപോലെ ദിവ്യത്വമുള്ളവർ അത് മനസ്സിലാക്കിയതാണ് അല്ലേ. നമ്മളപ്പോൾ ഇതിലാരാണ് വലിയവൻ ചെറിയവൻ? എന്തുകൊണ്ട് ശ്രീരാമനെ ഭജിക്കുന്നില്ല, എന്തുകൊണ്ട് ഹനുമാനെ ഭജിക്കുന്നു, എന്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതാവുന്നില്ല, ഡയറക്റ്റായിട്ട് അങ്ങ് ശ്രീരാമൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തുകൊണ്ട് ഹനുമാൻ സ്വാമി വഴി പോകുന്നു? അങ്ങനെയല്ലത്. പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് പോകണം, നേരെ കയറി ചെന്ന് പ്രൈം മിനിസ്റ്ററെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പ്രൈം മിനിസ്റ്ററായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് അല്ലേ നമ്മൾ ചെന്ന് അങ്ങനെ പോലെയാണ് നമ്മളുടെ എനർജി ലെവലും. ചിലപ്പോൾ അവരങ്ങ് 24 മണിക്കൂറും ഹനുമാൻ സ്വാമീൻ്റെ ചിന്തയും പ്രവൃത്തിയും മുഴുവനും ശ്രീരാമ ശ്രീരാമ രാമ 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 ചെയ്യുന്ന പ്രവൃത്തി എല്ലാം ശ്രീരാമ ഭഗവാന് വേണ്ടി, ചിന്തകളിലും ശ്രീരാമ ഭഗവാന് വേണ്ടി 24 മണിക്കൂർ രാമ 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 എന്ന് പറഞ്ഞ് ജീവിച്ച അല്ലേ ഹനുമാൻ സ്വാമീന്. ആ ഹനുമാൻ സ്വാമിയാണ് നമുക്ക് ശ്രീരാമനുമായിട്ട് കൂടുതൽ അടുപ്പിക്കാൻ. ശ്രീരാമൻ ആരാ? മഹാവിഷ്ണുവിൻ്റെ അവതാരം. സീതാദേവി ആരാ? മഹാലക്ഷ്മിയുടെ അല്ലേ. എല്ലാവരും മഹാലക്ഷ്മി സാധന ചെയ്യുന്നതാവുന്നു. പക്ഷേ നമ്മൾ ഹനുമാൻ സ്വാമിയിലൂടെ ശ്രീരാമൻ്റെയും സീതയുടെയും അതായത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഹനുമാൻ ചാലിസ എഴുതി ആ 40ാമത്തെ ദിവസം ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ചാലിസ വീതം എഴുതി അങ്ങനെ 40 ദിവസം കൊണ്ടാണ് ചാലിസ എഴുതി തീർന്നത്. ആ 40ാമത്തെ ദിവസം പറഞ്ഞറിയിക്കാനാവാത്തത്ര എണ്ണസംഖ്യകളുള്ള കുരങ്ങുകൾ ആ കൊട്ടാരത്തിൽ കയറി ആക്രമിച്ചു. ഗത്യന്തരമില്ലാതെ അക്ബർ ചക്രവർത്തിക്ക് മനസ്സിലായി തുളസീദാസ് എന്നുള്ള മഹാത്മാവിനെ തടവറയിൽ പൂട്ടിയിട്ടത് കൊണ്ടാണ് ഇത്രയും ഇത്. അപ്പം മോചിപ്പിച്ചു, തുളസീദാസിനെ മോചിപ്പിച്ചിട്ട് മാപ്പ് പറഞ്ഞു, ഇനി ഒരിക്കലും രാമഭക്തരെയോ ഹനുമാൻ ഭക്തരെയോ ഉപദ്രവിക്കില്ല എന്ന് സത്യം പ്രതിജ്ഞ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും ചരിത്രത്തിലുള്ളതാണ്, നടന്നത്. അക്ബർ ചക്രവർത്തി അല്ലെ, നമുക്ക് അക്ബർ ചക്രവർത്തി അക്ബർ ടോംബും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ തുളസീദാസിൻ്റെ അല്ലേ ഇത് നമ്മളുടെ ജീവിച്ചിരുന്ന സാക്ഷ്യം വഹിച്ച സത്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലല്ലേ സംഭവിച്ചത്. ഇവിടെ ഉള്ള കുഞ്ഞു കുട്ടികൾക്ക് പോലും ഹനുമാൻ ചാലിസ അറിയാം, കുഞ്ഞു കുട്ടികൾക്ക് പോലും. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് പേർക്ക് അത് എന്താ പറയുക, കുറച്ച് പേർക്കല്ല കുറേ പേർക്ക് ഹനുമാൻ യജ്ഞം നടക്കുന്നുണ്ട്, ഹനുമാൻ ക്ഷേത്രങ്ങൾ കുറേ ഉണ്ട്, ഹനുമാൻ ഭക്തർ കുറേ ഉണ്ടല്ലോ. ഹനുമാൻ മന്ത്രങ്ങൾ യൂട്യൂബിൽ തന്നെ കുറേ ഹനുമാൻ മന്ത്രങ്ങൾ വരുന്നുണ്ട്, ഹനുമാൻ ചാലിസയുടെ വിവർത്തനാർത്ഥം ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ അതിന് ശരിക്കും ആ ഹനുമാൻ ചാലിസേൻ്റെ പവർ എന്ന് പറയുന്ന, അതായത് ഒരു എന്താ പറയുക, ഒരായുസ് മുഴുവൻ ശ്രീരാമന് വേണ്ടിയിട്ടാണ് ജനിച്ചത്, ശ്രീരാമന് സേവ ചെയ്യാനായിട്ടാണ്. അതായത് ആ ഒരു ധർമ്മം, സ്വധർമ്മം, ആ ധർമ്മം, ആ എന്താ പറയുക, സേവനത്തിലൂടെ ധർമ്മം കണ്ടെത്തണം. ഏറ്റവും ഉന്നതമായ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? സേവനം അല്ലേ. നമ്മൾ സേവിക്കുമ്പോഴാണ് ആ സേവനത്തിൽ ഒരുപാട് സാക്രിഫൈസ് ഉണ്ട്, ത്യാഗം, സ്നേഹം, സേവനം, ഇതേ കണക്കുള്ള സൽഗുണങ്ങൾ. ആ സദ്ഗുണങ്ങളെല്ലാം അതും ബുദ്ധിയില്ലാത്ത ഒരാളാണോ? അല്ല. വേദങ്ങളുടെ എല്ലാം ഹനുമാൻ സ്വാമീൻ്റെ ബുദ്ധിനെ വിവരിക്കാൻ വേണ്ടി അത് ഇതിൽ ഒതുങ്ങുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. ബലം, ബുദ്ധി, ധൈര്യം, അഷ്ടസിദ്ധികളാണ് ലഭിച്ചത്. അഷ്ടസിദ്ധികൾ ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമീനെ ധ്യാനിക്കുന്നവർ, നമ്മൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നോ ആ എനർജി നമ്മൾ ഇംബൈബ് ചെയ്യുന്ന, ആ എനർജി നമ്മളിലോട്ട് നമ്മൾ സ്വാംശീകരിക്കും. അതുകൊണ്ടാണ് സദാസമയവും ഈശ്വരനെ ധ്യാനിക്കുന്നവർക്ക് ആ ഈശ്വര ചൈതന്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണോ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ആ തോട്ടായിട്ട് നമ്മളങ്ങ് മാറും.
അല്ലേ? ഇതാണ് ഈ മാനിഫെസ്റ്റേഷൻ്റെ പവർ. ചിലരെന്താ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താണോ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിട്ട് നമ്മളങ്ങ് മാറുകയാണ്. അപ്പോൾ നല്ലോണം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചോ. അപ്പം എനിക്ക് കുഞ്ഞിലെ മുതലേ വിവേകാനന്ദ സ്വാമി ഭയങ്കര ഫാസിനേഷനായിരുന്നു. കാരണം ഒരു ദിവസം 5000 പേജ് വായിക്കുക, അത് 5000 പേജ് മൊത്തം ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആരാധന ഉണ്ടല്ലോ, ബുദ്ധിയുള്ളവരോടൊക്കെ ചിലർക്ക് ഒരു ആരാധനയാണല്ലോ. എൻ്റെ കൊച്ചിലെ മുതലേ ഞാൻ പുസ്തകങ്ങളൊക്കെ ആയിരുന്നു വായിക്കുന്നത്. പുസ്തകങ്ങളായിരുന്നു എനിക്കെല്ലാം. അങ്ങനെ നമ്മുടെ ചരിത്രത്തിലെ മഹാപ്രതിഭകളോട് എപ്പോഴും ഒരു ആരാധനയായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നമ്മൾ എപ്പോഴും അല്ലെ, ഗണപതി എന്താ, വിദ്യാഗണപതി ഭാവത്തിൽ നമ്മളപ്പോൾ എന്തിനെക്കുറിച്ചാണോ നിരന്തരം ചിന്തിക്കുന്നത് നമ്മൾ അതായിട്ട് മാറും. അപ്പോൾ ഹനുമാൻ സ്വാമിനെ നമ്മൾ ഹനുമാൻ ചാലിസയിൽ ഹനുമാൻ സ്വാമി ചെയ്ത് എല്ലാ ശ്രീരാമൻ ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ സുന്ദരകാന്ഡത്തിലാണ് ഹനുമാൻ രാമായണത്തിൽ സുന്ദരകാന്ഡം എന്ന സുന്ദരമായ ഭാഗത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. എല്ലാം സീതാദേവിയെ കണ്ടതും അല്ലേ, സമുദ്രം ചാടിക്കടന്നതും എല്ലാം. അപ്പം അത് വായിക്കുമ്പോൾ അത് സുന്ദരകാന്ഡം നിരന്തരം പാരായണം ചെയ്യുന്ന ശ്രമിക്കുന്നവർക്ക് എല്ലാ സങ്കടക്കടലിൽ നിന്ന് മോചനം ലഭിക്കും. പക്ഷെ എല്ലാവർക്കും ഒന്നും അത് എപ്പോഴും പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നമ്മുടെ ചാനലിൽ സുന്ദരകാന്ഡം സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാം ദൈവം നിരീക്കുന്ന സമയത്ത് അത് നടക്കുള്ളൂ എന്നുള്ള റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എല്ലാത്തിനും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും അതിന് പോലും നമുക്ക് ഒരു സർട്ടൻ പുണ്യം ആർജിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവസാനം നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ അങ്ങ് സറണ്ടർ ചെയ്തിട്ട് ഭഗവാനെ അങ്ങേ ഇച്ഛ നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതൊന്നും ഞാനല്ല, എന്നിലൂടെ അങ്ങാണ്, ആ ഒരു ബോധത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പം ഏത് സമയത്ത് ആരോടൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിലൂടെ നമ്മൾ ഭഗവാന്റെ കയ്യിലെ കളിപ്പാവകളാണ്, ചരട് വലിക്കുന്ന ഭഗവാനാണ് അല്ലേ. നമ്മളിലൂടെ നമ്മുടെ വാക്ക്, പ്രവൃത്തി എല്ലാം ശരിക്കും ആ ഒരു കൺട്രോൾ നമ്മളുടെ കയ്യിലാണോ? നമ്മുടെ കയ്യിലാണെന്ന് നമുക്ക് പലർക്കും തോന്നുകയാണ്. അല്ല, ഭഗവാന്റെ കയ്യിലാണ്. അപ്പം അഷ്ടസിദ്ധി കൈവരിച്ച എന്തൊക്കെ ഗുണങ്ങളാണെന്ന് ആലോചിച്ച വിനയം എത്രമാത്രം ശക്തിമാനായിരുന്നു. ശരിക്കും സുഗ്രീവനെക്കാട്ടും ശക്തിമാനായിട്ട് ഹനുമാൻ സ്വാമി ആയിരുന്നു. എന്നിട്ടും ഒരു ദാസനായിട്ടാണ് വർത്തിച്ചത് അല്ലേ. ആ ബുദ്ധി എല്ലാം സുഗ്രീവന് പറഞ്ഞു കൊടുത്ത ഹനുമാൻ സ്വാമിയാണ്. വിനയോ അതിയായ വിനയം. ശിവഭഗവാൻ എന്തുകൊണ്ട് ഒരു മർക്കടനായി ജന്മം എടുത്തു എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. കാരണം മനുഷ്യനായിട്ട് ജന്മം എടുത്ത മനുഷ്യനൊരിക്കലും അവൻ്റെ ഈഗോ, ഞാനിത് നേരത്തെ വീഡിയോയിൽ സുന്ദരകാന്ഡത്തിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യനൊരിക്കലും അവൻ്റെ ഈഗോയിനെക്കാട്ടും മുകളിലായിട്ട് മറ്റൊരാളെ കീപ്പ് ചെയ്യാൻ എത്ര ആയാലും പറ്റില്ല. അത് എങ്ങനെ വന്നാലും ആ ഒരു കുറച്ച് സെൽഫിഷ്നെസ്സിൻ്റെ എലിമെൻ്റ് വരും. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചുകൂടെ താഴ്ന്നു നിൽക്കുമ്പോൾ അല്ലേ, പക്ഷേ അത്രയും ബുദ്ധി, ബലം, ധൈര്യം, അതായത് നമ്മുടെ ഈഗോ ഒന്നും ഒട്ടും ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ അത്രയും വിനയവും അല്ലേ. നമ്മളുടെ ഈഗോ കൊണ്ടാണ് നമ്മൾ അഹങ്കാരം വരുന്നത് എപ്പോഴാണ്? ഞാനാണെല്ലാം ചെയ്യുന്നത്, ഞാനാണ് എല്ലാത്തിൻ്റെ എനിക്കെല്ലാം പറ്റും അത്. പക്ഷെ കോൺഫിഡൻസും അഹങ്കാരവും രണ്ടാണ്. കോൺഫിഡൻസ്, ഹനുമാൻ സ്വാമി നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, ബലം, ബുദ്ധി, ധൈര്യമുണ്ട്. എന്താണ് അതിൻ്റെ ഉറവിടം? ഹനുമാൻ സ്വാമി എല്ലാം ശ്രീരാമന് അടിയറ വെച്ചിട്ട് സ്വയം സമർപ്പിച്ചു. ആ സ്വയം സമർപ്പിത സേവനം അല്ലേ, ലൈക്ക് സാക്രിഫൈസിങ് വൺ സെൽഫ്, അതാണ് ഏറ്റവും വലിയ ത്യാഗം, അതാണ് ഏറ്റവും വലിയ സ്നേഹം, അതാണ് ഏറ്റവും വലിയ ഭക്തി, അതാണ് ഏറ്റവും വലിയ സേവനം. ആ ഹനുമാൻ സ്വാമീനെ ഭജിച്ചാണ് 40 ദിവസം കൊണ്ട് ആ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താലാണ് ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും എല്ലാം മോചിക്കാനായിട്ട് തുളസിദാസത്തെ എഴുതുമ്പോൾ പറയുന്നുണ്ട്, ആരാണോ 100 തവണ ഇത് വായിക്കുന്നത്, ചൊല്ലുന്നത്, അവർക്ക് നടക്കാത്തതായിട്ട് ഒരാഗ്രഹം ഉണ്ടാവില്ല, എല്ലാം നടത്തി കൊടുക്കും. പക്ഷേ ഇപ്പം നമ്മൾ വിചാരിക്കുക എന്നാ 100 തവണ ചൊല്ലിയാൽ പോരെ? അങ്ങനല്ല. അങ്ങനെ 100 തവണ ചൊല്ലണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം. നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും, ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രയാഗ്രാജിൽ പോയി ശിവരാത്രി വ്രതമൊക്കെ എടുത്ത്, ഈ പ്രാവശ്യം ശിവരാത്രി വ്രതത്തിൻ്റെ സമയത്ത് എനിക്ക് പീരിയഡ്സ് ആയി, അമ്പലത്തിൽ പോകാൻ പോലും സാധിച്ചില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിലും ഭഗവാന്റെ അനുഗ്രഹം വേണം. നമ്മളതങ്ങ് ചെയ്യും, ഇന്നത് ചെയ്യും, അതല്ല. ശരിക്കും നമ്മൾ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് ഹനുമാൻ ചാലിസയുടെ 4 വരികൾ, ആദ്യത്തെ 4 ശ്രീ ഗുരു ചരണ സരോജരച്ച് നിജമന മുകുര സുധാരി ഭരണവ് രഘുബര വിമല ജസോ ജ്യോതായക ഫലചാരി. എൻ്റെ ഗുരുവിൻ്റെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളുടെ അടിയിലെ ആ പൊടി കൊണ്ട് എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയെ ശുദ്ധീകരിക്കണമേ എന്നാ പറയുന്നത്.
എങ്ങനെ ഒരു പൊടി കൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുന്നത്? അതെ, ഗുരുവിൻ്റെ പാദത്തിലെ പൊടി കൊണ്ട് അതിന് പറ്റും എന്നാ പറയുന്നത്. അപ്പോൾ ഇതേ കണക്ക് ഹനുമാൻ ചാലിസേൻ്റെ അർത്ഥവിവരണം രേണുക മാമിൻ്റെ ചാനലിൽ എല്ലാ ചൊവ്വാഴ്ചയും ഇടുന്നുണ്ട്. ആദ്യം വ്യാഴാഴ്ച, ശ്രീരാമൻ്റെ പ്രാധാന്യമുള്ള ദിവസം വ്യാഴാഴ്ച ഇടാമെന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിലെ കാര്യം മാമിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ചൊവ്വാഴ്ച, കാരണം നമുക്ക് ഓരോ ഡയറ്റീസിനും ഓരോ ദിവസം ഉണ്ടല്ലേ. സൂര്യഭഗവാന് സൺഡേ, നമ്മൾ ഗണപതി ഭഗവാന് ബുധനാഴ്ച, ചൊവ്വാഴ്ച സുബ്രഹ്മണ്യൻ, ദേവിക്ക് ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയും പ്രാധാന്യമാണ്. അത് കണക്ക് ഹനുമാൻ സ്വാമി ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും, കാരണം ശനി ദോഷം, ഹനുമാൻ ഭക്തരെ ശനി ഉപദ്രവിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും, ജാതകത്തിൽ ചൊവ്വയുടെ ഉപദ്രവമുള്ളവർ ഹനുമാൻ സ്വാമിയെ ഭജിച്ച ഹനുമാൻ സ്വാമി മാറ്റാത്തതായിട്ട് ഒരു ദോഷവും ഇല്ല. എത്രയോ പേർക്ക് ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ട്, വിവാഹ തടസ്സം, ചൊവ്വാദോഷത്തിൽ ഉള്ള ജാതകത്തിൽ ഹനുമാൻ സ്വാമി അടുത്ത് പോയാൽ മതി. ഇവിടെ ചൊവ്വാഴ്ച ഞാൻ മിക്ക ദിവസവും കോളേജ് കഴിഞ്ഞിട്ട് എൻ്റെ കോളേജിനടുത്തുള്ള ഹനുമാൻ മന്ദിറിൽ പോകുന്നുണ്ട്. പക്ഷെ ചൊവ്വാഴ്ച ചെല്ലുമ്പോൾ അത്ര തിരക്കാണ്, ആൾക്കാർ അങ്ങ് ചൊവ്വാഴ്ച അല്ലെങ്കിൽ തിങ്ങി കൂടി വിളക്കൊക്കെ തെളിയിച്ച്. ശനിയാഴ്ച അത് കണക്കാണ്, എള്ള് തിരിയൊക്കെ കത്തിച്ച് മറ്റേ ഹനുമാൻ സ്വാമീൻ്റെ മന്ദിരിൽ ശനിദേവൻ്റെ വിഗ്രഹം കൂടെ ഉണ്ട്. അപ്പം എള്ളെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി എള്ളുണ്ട്. അപ്പം ഇന്ന് ചൊവ്വാഴ്ച മാം ഇട്ടിട്ടുണ്ട് എക്സ്പ്ലനേഷൻ. അപ്പം മാം ഈ രണ്ട് വരി വീതം അർത്ഥം ഹനുമാൻ ചാലിസയുടെ അർത്ഥവിവരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ മാമിൻ്റെ അഖില മധുരം എന്നുള്ള ചാനൽ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം മാം നേരത്തെ നാരായണീയം ഇട്ടതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും രോഗങ്ങളൊക്കെ മാറാനായിട്ട്. അപ്പം ഒരു ദിവസം പോലും മുടങ്ങാതെ, മാം ഒരു ഡോക്ടറാണ്, മാമിൻ്റെ 2 മക്കൾ MBBS പഠിക്കുകയാണ് തിരുവനന്തപുരത്ത്. മാമിൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ്, സർജനാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കും പത്മനാഭ സ്വാമീൻ്റെ അടുത്ത് നിർമ്മാലയം തൊഴാൻ പോകുന്നതും, മാം എനിക്കറിയില്ല ഒരു ദിവസം പോലും. ഇപ്പം നാരായണീയം 16ാമത്തെ ദശകം കണ്ടായി. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇടയ്ക്ക് കേട്ടിരുന്നു, പിന്നെ മുടങ്ങിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് മുടക്കം വരും, എപ്പോൾ അഹങ്കാരം വരുന്നു മുടക്കം വരും. ഞാനിങ്ങനെ കുറേ കേൾക്കുന്നതിനെല്ലാം കമൻറ്റ് ചെയ്തിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു തീർന്നു. അപ്പോൾ അഹങ്കാരം ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭഗവാനോട് മാപ്പ് പറയും. എനിക്കിതുവരെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം, ഇന്ന് ഏകാദശിയായിരുന്നു, ഇന്ന് തുടങ്ങണമെന്ന് വിചാരിച്ച നാരായണീയം വീണ്ടും കേൾക്കാനായിട്ട്. പക്ഷെ അത് പറ്റിയില്ല. അപ്പം അതേപോലെ പക്ഷേ രേണുക മാം ഒരു ദിവസം പോലും മുടങ്ങാതെ ആ നാരായണീയം ശ്ലോകങ്ങൾ ദശകം എല്ലാ ദിവസവും ഇടുന്നുണ്ട്, കുറേശ്ശെ അർത്ഥം വിവരിച്ചിട്ട്. എന്നിട്ട് ഓരോ ദശകത്തിൻ്റെ അവസാനവും അത് മുഴുവൻ ശ്ലോകങ്ങൾ ആ ദശകത്തിൻ്റെ പറയുന്നുണ്ട്. അത് കണക്ക് ഹനുമാൻ ചാലിസ ഈ ചൊവ്വാഴ്ച ഇന്ന്, അതായത് 14-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ആ ഗുരുവന്ദനം തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എനിക്കൊരു ഗുരു പൗർണമി ദിവസത്തിൽ എന്നെ ഇങ്ങനെ കൈ പിടിച്ച് തിരുവനന്തപുരത്തെ മഹാഗണപതി ക്ഷേത്രം മുതൽ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമാവസ്ഥയിലായിരുന്ന സമയത്ത് ശരിക്കും എന്നെ ഒരു കൈ പിടിച്ച് ഇരുളിൽ നിന്ന് പ്രകാശത്തിലോട്ട് നയിച്ച എനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും. വർഷങ്ങളായിട്ട് എനിക്കറിയാം, ഞാൻ MBBS പഠിച്ചിരുന്ന കാലം തൊട്ടേ എനിക്കറിയാം എൻ്റെ ഗുരുവായ രേണുക മാമിന്. എനിക്ക് ജീവിതത്തിൽ നല്ല നല്ല അറിവുള്ള ഗുരുക്കന്മാരെ ജീവിതത്തിൽ, പ്രകാശാനന്ദ സ്വാമി, ഉണ്ണി ആസ്ട്രോളജർ, ഞാൻ ഒരു അച്ഛൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുന്നതാണ് ആസ്ട്രോളജിയിൽ. അങ്ങനെ ഒരുപാട് പേര് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ രേണുക മാം എന്ന് പറഞ്ഞ എൻ്റെ ആത്മാവിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന, എനിക്കറിയില്ല, മുജന്മ ബന്ധം എന്നൊക്കെ വിശ്വസിക്കുന്നതിൽ എനിക്കങ്ങനെ. അപ്പം അന്ന് ഞങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി. അന്നത്തെ ഗുരു പൗർണമി ദിവസത്തിൽ ഞങ്ങൾ അതിന് തൊട്ട് തലേ ദിവസം പോലും കാണണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ ഭഗവാൻ എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പം എൻ്റെ ഗുരുവായ രേണുക മാമിന് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ ഹനുമാൻ ഭക്തർക്കും, എല്ലാ ശ്രീരാമ, ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല, ഈശ്വര ഭക്തർക്ക് അല്ലേ. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശിവഭഗവാന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ ശിവഭക്തരും ഹനുമാൻ ഭക്തരും ഒന്നാണ്, മഹാവിഷ്ണു കൃഷ്ണ ഭക്തരും എല്ലാം ഒന്നാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗണപതി ഭക്തരേത് എല്ലാം ഈശ്വരനൊന്നും പല ഭാവത്തിലും പല രൂപത്തിലും അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നത് പല ഭാവത്തിലും പല രൂപത്തിലുള്ള ഈശ്വരനെ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ ഈശ്വര ചൈതന്യം മനസ്സിൽ ഉണർത്തണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഈശ്വരനിലോട്ട് തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചിട്ട് ജീവിതം തന്നെ ഒരു സേവനമായിട്ടും, ജീവിതം തന്നെ ധർമ്മബോധത്തോടെയും സ്നേഹത്തോടെയും അല്ലേ, ഈശ്വരാനുഗ്രഹത്തോടെയും ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്
ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ നാളെ ആയിരിക്കും ഇത് കേൾക്കുന്നത്. നാളെ വിഷു അല്ലേ? നമ്മളുടെ പുതിയ വർഷം, നമ്മുടെ കേരളക്കാരുടെ പുതിയ വർഷം തുടങ്ങുന്നത് വിഷുവാണ്. വിഷു ദിനത്തിൽ പുതിയൊരു വർഷം ഏവർക്കും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വർഷം ആശംസിക്കുന്നു. ഹാപ്പി വിഷു.